വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എഫ്രൈം മലനാട്ടിലെ റാമാത്തായിമിൽ സൂഫ് വംശജനായ എൽക്കാനയുടെ 2 ഭാര്യമാരായിരുന്നു ഹന്നായും പെനീനായും. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നുവെങ്കിലും ഹന്ന വന്ധ്യയായിരുന്നു. ഹന്ന കർത്താവിനോട് മനംനൊന്ത് പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത്. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. 1 സാമുവേൽ 1 തിരുവചനം. അവൾ പ്രാർത്ഥിക്കുന്നത് ഏലി പുരോഹിതൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലി പുരോഹിതൻ തെറ്റിദ്ധരിച്ചു. അവളോട് മദ്യപാനം നിർത്താൻ പറഞ്ഞു. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു, അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരിപാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. 1 സാമുവേൽ 1 തിരുവചനം. കർത്താവിൻ്റെ കരുണയാൽ എൽക്കാനയ്ക്ക് ഹന്നായിലുണ്ടായ പുത്രനാണ് സാമുവേൽ. സാമുവേൽ എന്ന പേരിൻ്റെ അർത്ഥം കർത്താവിനോട് ചോദിച്ചു വാങ്ങിയവൻ എന്നാണ്. കുഞ്ഞിന് 3 വയസ്സായപ്പോൾ അവനെയും കൊണ്ട് ഏലി പുരോഹിതൻ്റെ അടുത്ത് പോയി അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ വെച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആജീവനാന്തം മുഴുവൻ അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. 1 സാമുവേൽ 1 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.